പായസന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞോ അപ്പൊ കഴിയോ ഒരു അത് ഞാനേ മുമ്പ് MPZ പായസന്റെ റൂമിൽ താമസിക്കുന്നത്. എൻ്റെ പേര് ഷഫീഖ്. ഞാൻ ഓന് മറ്റേ MPZ 13 താമസിക്കുന്നത്. ഓനൊരു 2500 റുപ്യയായി മേടിച്ചിരുന്നു. ഞാൻ പിന്നെ ഒരു 3 മാസം മുന്നേ ഇവിടേക്ക് മാറി, ബനിയാസ്ക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഞാനവനെ കുറേ വിളിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ അവൻ്റെ ഫാമിലി വന്നപ്പോൾ റൂം മാറിയിട്ട് ഇപ്പോൾ അവന് ഫോൺ കൊടുക്കുന്നില്ല, പൈസ ആണെങ്കിൽ കിട്ടും ചെയ്തിട്ടില്ല. നിങ്ങളെ ഇപ്പോൾ ചെയ്യാം 2500. ആ ഒന്ന് വിളിച്ചു നോക്കിയോ, ഞാൻ ഫോൺ എടുത്തിട്ട് എടുക്കണില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തരികയെന്ന് വെച്ചാൽ കൺഫേം ചെയ്തിട്ട്. അല്ല അങ്ങനെയല്ല, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരാനും ഇതിനും ബുദ്ധിമുട്ടാക്കിയല്ല കേട്ടോ. നമ്മളെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അവനെ സഹായിച്ചു. പക്ഷെ അവസാനം നമ്മളെ ഇതാക്കിയപ്പോൾ അല്ലാണ്ടതായി. പായസം നമ്മളെ ഇതിൽ ദമാമിൽ വർക്ക് ചെയ്യുന്നതല്ലേ. എനിക്കറിയാം അത് ചെയ്യൂല, പക്ഷെ അവൻ്റെ ഇതായിരിക്കും. പക്ഷെ ഞാൻ എന്താ ഇപ്പോൾ ഫാമിലി വന്നപ്പോൾ അങ്ങോട്ട് മാറി. പിന്നെ ഫോൺ അടിച്ച് മോൻ എടുക്കണില്ലേ. അവൻ്റെ വാട്സപ്പ് നാട്ടിലെ നമ്പറാണ്, അതിലാണെങ്കിൽ ബ്ലോക്ക് ചെയ്തേക്കണം. എന്നാ എടുത്ത് തരും. അവനെ വിളിച്ചു നോക്കി നിങ്ങളൊന്ന് ജസ്റ്റ് കൺഫേം. ഷെഫീക്ക് ഇവിടെ വന്നേക്കണാറ് അതിന് വിളിച്ചു നോക്കി. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നല്ല കേട്ടല്ലേ. ഞാൻ പിന്നെ ഫാമിലി വന്നപ്പോ പിന്നെ അത് ഷെഫീക്ക് ഓന്റെ റൂമിലുണ്ടായിരുന്നു. MPZ എന്റെ റൂമിലുണ്ടായിരുന്നു. ഷെഫീക്ക് ഇവിടെ വന്നേക്കണ. ഹാപ്പി ആനിവേഴ്സറി. ആണോ? ഓൻ പൈസ തരല്ല, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നാണ്. എന്തായാലും നിങ്ങള് പറഞ്ഞത് നന്നായി. ഓന് എത്ര തരാണ്ട് ഞാൻ തരുന്നത്, ആ ഒരു കോൺഫിഡൻസ് അത് മതി. അതല്ലേ വേണ്ടത്. ഇല്ലെങ്കിൽ ചിലരൊക്കെ എന്താ പറയാ, തന്നോളെന്നൊക്കെ പറയാ. ഇതെന്താ പറഞ്ഞേ, എത്ര ഉണ്ടെങ്കിലും ഞാൻ തരുമോ, എന്റെ വാപ്പല്ലേ അല്ലേ. എന്താ വേണ്ടല്ലേ, നമ്മളങ്ങനെ വൃത്തിയാണ്. അതാണ് എന്താ പറയാനുള്ളത്. എന്താണ് വളരെ സന്തോഷമായി, ഹാപ്പി ആയില്ലേ. അങ്ങനെ എന്തേലും ഇല്ല, ഫസ്റ്റ് ടൈമാണ്. 27 കൊല്ലമായിട്ടായിരുന്നു. അതെ, ആരാ തന്നത്? പ്രവാസിയായിട്ട് 27 വർഷം. ആരാണ് ഹൗസിനെയാണോ? ആ മകനാവൂല്ലേ? മകൻ മോനാണല്ലോ ഇവിടെ ഉള്ളത്. മോനാണ് ഇതിന്റെ ചെയ്തിട്ടുണ്ടായ. അല്ല, ആരായിരിക്കും? മക്കളും ഭാര്യ എല്ലാരും കൂടിയാണ് അല്ലേ. അത് ഗിഫ്റ്റ് ഉണ്ട് എന്തായാലും. മകളുണ്ട്. അതെ, എന്തായാലും ഹാപ്പി ആയില്ലേ. ഞങ്ങളെ എങ്ങനെ ഞാനും അനിയസ് എന്താ ആളോട് പറയാനുള്ളത്? നല്ല പൈസ എന്താണ് കൊടുത്താൽ പൈസ വെച്ചിട്ടുണ്ടല്ലോ ഒരാറ് വന്നിട്ട് ഇവിടെ. അവരെത്ര ചെലവ്. എന്താ ഉമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് കൊടുക്കണല്ലോ. മബറൂക്ക് ശരി താങ്ക് യു. ഓക്കെ എന്നാ ശുക്രാൻ. ഓക്കെ, ഇപ്പൊ ആരൊക്കെ വന്നിരിക്കുന്നത്? എങ്ങനെ എത്തിക്കുക? അത് കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങാണ്. എന്തായാലും സന്തോഷായില്ലേ. എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? സന്ദർഭത്തിന്റെ അത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു സന്തോഷം, നല്ല സന്തോഷം. അത് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. എന്തായാലും എന്റെ ഇക്കാക്ക് എന്ന് പറഞ്ഞിട്ടാണ് തന്നിക്കണത്. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി. എന്റെ ഇക്കാക്ക് എന്നാണ് എഴുതിക്കണത്. അപ്പൊ ആരായിരിക്കും? ഭാര്യ പിന്നെ മകളും ഉണ്ട്. മകളാരെന്താ? ആലിയ. അവർ രണ്ടുപേരും കൂടി തരാൻ പറഞ്ഞതാണ്. ഉപ്പാനൊന്ന് സർപ്രൈസ് ആക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് പേടിപ്പിക്കണം എന്ന് പറഞ്ഞു. അതാ പിന്നെ എങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങളാ ഒരു കോൺഫിഡൻസ്, മോനെ അത്ര തരാണ്ടെങ്കിലും ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തായാലും മാഷാ അല്ലാഹ്, എന്തായാലും അള്ളാഹു നല്ല നിർത്തി തരട്ടെ, റാഹത്താകട്ടെ.
നിങ്ങളുടെ നാട് എവിടെയാണ്? ഞാൻ ഇപ്പൊ പട്ടാം. ഞാൻ അതിനൊക്കെ വന്നു പണ്ടൊക്കെ ആ അല്ല വെള്ളം ഒന്നും വേണ്ട ഒന്നും വേണ്ട. നിങ്ങളെ ഞങ്ങൾ പോട്ടെ. നിങ്ങളൊരു സന്തോഷം അതാ വേണ്ട. ഒന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട. ഒന്നും മതി എല്ലാവർക്കും കൂടി ഒന്ന് മതി. അല്ല